എടാ നീ പുലയനല്ലേടാ, നിനക്ക് ഈ പുലയൻ എന്നുള്ള വാല് തന്നെ ധാരാളം. നിനക്ക് ഡോക്ടർ എന്ന് പറയുന്ന വാല് വേണ്ട. നീയൊന്നും സംസ്കൃതം പഠിക്കണ്ട. നീയൊക്കെ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകും? ഇത് ഞാൻ പറഞ്ഞാണെന്നും പറഞ്ഞ് ആരും എൻ്റെ നെഞ്ചത്ത് പൊങ്കാലിടാൻ വരണ്ട കേട്ടോ. ഇത് പറഞ്ഞത് ഡോക്ടർ CN വിജയകുമാരി എന്ന് പറയുന്ന പ്രൊഫസറാണ്, അതായത് ഡീനാണ്. കേരള സർവകലാശാലയിലെ സംസ്കൃതത്തിന്റെ ഡീനാണ്. ഇത് വിപിൻ എന്ന് പറയുന്ന ഡോക്ടറൽ വിദ്യാർത്ഥിയോട് പറഞ്ഞു എന്നാണ് വിപിൻ പരാതിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിപിൻ തന്റെ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാനും പേപ്പറുകളിൽ ഒപ്പിടാനായിട്ട്, അതായത് ഡീൻ ഒപ്പിട്ടാൽ മാത്രമേ ചില പേപ്പറുകൾ നീങ്ങുകയുള്ളൂ, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ഡോക്ടർ CN വിജയകുമാരിയുടെ റൂമിൽ പോയത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്ന വാക്കുകളാണിത്. അതിനുശേഷം ഈ വിപിൻ കയറി ഈ റൂം അശുദ്ധമാക്കി എന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചർ അവരുടെ റൂം വെള്ളം തളിച്ച് ശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിന്റെ നിജസ്ഥിതിയൊന്നും അറിയില്ല. അപ്പോൾ FIR-ൽ ഇങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവരുടെ വാക്കുകൾ ഇങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ കേസൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ വിപിൻ കള്ളം പറയുകയാണ്, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ, ചില ഗ്രൂപ്പുകൾ പിന്നെ എഴുതിയും കണ്ടു. അപ്പോൾ എന്നാ മനസ്സിലായി? നമ്മുടെ നാട്ടില് ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ അവന്റെ ജാതി പിന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവന്റെ ജാതി അവനെ ആക്രമിച്ചു തുടങ്ങുന്നത് സ്കൂള് തൊട്ടാണ്. അങ്ങനെ സ്കൂളിലുടനീളം അവന്റെ ജാതി അവനെ ആക്രമിച്ച് അവസാനം കോളേജിലും ആക്രമിച്ച്, ഇനിയും കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവന് ജോലി തേടാൻ പോയാലോ? ഇപ്പോൾ ഒരു സർക്കാർ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപേ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ജാതി എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേരവിടെ ചെല്ലുമ്പം തന്നെ അവർ നിങ്ങളുടെ ജാതിയായിരിക്കും തിരയുന്നത്. അപ്പം നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ജാതി അവിടെ എത്തിയിരിക്കും. ഇനി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ജാതി കിട്ടത്തില്ല, തിരയത്തില്ല. എന്നാലും നിങ്ങൾ ജോലി തുടങ്ങി ഏതാനും നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരും ഒക്കെ നിങ്ങളുടെ ജാതി തിരഞ്ഞ് കണ്ടുപിടിച്ചോളും. അത് അവർക്ക് വിട്ടുകൊടുത്തേച്ചാൽ മതി, അവർ കണ്ടുപിടിച്ചോളും. അപ്പോൾ ഇനിയും നമ്മൾ ഇവിടെ ഒക്കെ വിട്ട് ഇനി വിദേശത്ത് പോയെന്ന് വെച്ചോളൂ. ഇനി വിദേശത്ത് പോയാലും, വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് വെച്ചാലും അവിടെയും ഈ ജാതി എത്തും. നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ജാതി അവർ കണ്ടുപിടിക്കും. എന്നിട്ട് നിങ്ങളെ ആ രീതിയിലായിരിക്കും അവിടെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്നൊരു ലേഡി അവിടുത്തെ ജാതിയടികളെക്കുറിച്ച്, കാനഡയിലെ ജാതിയടികളെക്കുറിച്ച്, മലയാളികൾ തന്നെ നടത്തുന്ന ജാതിയടികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ട് വിദേശത്ത് പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു രക്ഷയുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജാതി എന്ന് പറയുന്ന സാധനം ഈ സനാതനധർമ്മം ഉള്ളിടത്തോളം ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കിയിട്ട് ഈ സനാതനധർമ്മം എന്ന് പറയാൻ പറ്റുകയില്ല. ഇനിയും ഇവർ കൂട്ടത്തോടെ ചൊവ്വയിലേക്ക് താമസം മാറ്റിയാലും ഈ ജാതി എന്ന് പറയുന്ന മാറാപ്പും ചുമന്നുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുക. ഈ VKന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തമാശയായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ആളെ, അതായത് ഒരു സായിപ്പിനെ ഒരു വാര്യർ എന്ന് സർനെയിമുള്ള, വാര്യർ എന്ന് വാലുള്ള ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മറ്റൊരാൾ. അപ്പോൾ ഇയാളുടെ പേര് പറഞ്ഞിട്ട് ഹീസ് സ്ലൈറ്റ്ലി ബിലോ ദ നമ്പൂതിരീസ് ആൻഡ് മോസ്റ്റ്ലി എബവ് ദ നായേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇയാൾ നമ്പൂതിരിയിൽ നിന്ന് ഒരല്പം താഴെയും എന്നാൽ നായന്മാരെക്കാട്ടിൽ വളരെ ഉയരത്തിലുമാണെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അത് VKN കളിയാക്കി തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ ജാതിയിൽ നിന്ന് യാതൊരു തരത്തിലും രക്ഷയില്ല. അപ്പോൾ ഈ ജാതിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോവുകയാണ് ശരിക്കും വേണ്ടുന്നത്. കാരണം നമ്മുടെ ജാതി നിശ്ചയിക്കുന്നത് നമ്മളല്ല, ശരിക്കും ഈ സമൂഹമാണ് നമ്മുടെ ജാതി നിശ്ചയിക്കുന്നത്, ഒരിക്കലും നമ്മളല്ല. അപ്പം നമ്മൾ ഈ ജാതിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചിടെയായിട്ട് ഈ വേടൻ തൻ്റെ ഗാനങ്ങളിലൂടെയൊക്കെ ഈ ജാതിയുടെ കാര്യങ്ങൾ, ജാതിയുടെ
പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വേടനെ എല്ലാവരും കൂടെ ക്രൂശിച്ചു. അതായത് വേടൻ ഇവിടെ ജാതി പറയുന്നു, ജാതി ഡിവിഷൻ ഉണ്ടാക്കുന്നു, ഇവിടെ ഇങ്ങനൊന്നുള്ള പരിപാടിയില്ല, ജാതിയില്ല, വേടൻ ആണ് ജാതി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേടനെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ചില ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടാൻ തുടങ്ങി, നമ്മളിവിടെ ജാതി ഡിവിഷൻ ഉണ്ടാക്കുന്നു. ചിലരൊക്കെ എന്നെ ഫോൺ വിളിച്ചൊക്കെ പറയുകയുണ്ടായി, വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ അയക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുകയാണ്, ഈ ഒരു സംഭവം സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊന്നുമല്ല ജാതി ഉണ്ടാക്കുന്നത്, ഇവിടെ ജാതി രൂഢമൂലമായിട്ടുള്ള സാധനമാണ്. ജാതി ഇവിടെ അടിസ്ഥാനപരമായി വേരുറച്ചിട്ടുള്ള സാധനമാണ്. ജാതി ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ രംഗത്തും ജാതിയുണ്ട്. അപ്പോൾ ജാതി അവഹേളനങ്ങളുണ്ട്. പിന്നെ ഒരാളില്ലാത്തപ്പോൾ മറ്റുള്ളവർ അവരെക്കുറിച്ച് ജാതി അവഹേളനം നടത്താറുണ്ട്. പലതും ഇതുപോലെ പബ്ലിക്കായിട്ട് ജാതി അവഹേളനം നടത്താറുണ്ട്. അത് ഇപ്പോഴും നടന്നു വരുന്ന സാധനമാണ് കേരളത്തിൽ, ഈ നവോത്ഥാന കേരളത്തിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി പൊതുജനങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ജാതി ഉപേക്ഷിക്കുക, ജാതിയിൽ നിന്നും പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പോൾ ഇതൊക്കെ എന്നെയും അതേപോലെ ഇപ്പം വേടനെയും ഒക്കെ തെറി പറഞ്ഞ മഹാന്മാർക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാതിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പിന്നെ കെട്ടുകഥയായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു കെട്ടുകഥ മാത്രമാണ്. അപ്പോൾ ഇവിടെ ജാതിയുണ്ട് സുഹൃത്തുക്കളെ. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.